ആലപ്പുഴയിൽ വലിയകരി പാടശേഖരത്തെ നെല്ലെടുപ്പ് പ്രതിസന്ധിയിൽ. കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് ഒരാഴ്ച കഴിഞ്ഞിട്ടും പാടവരമ്പത്ത് കെട്ടിക്കിടക്കുകയാണ്. മില്ലുകാർ കിഴിവ് കൂടുതൽ ചോദിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. 4000 ക്വിന്റൽ നെല്ലാണ് മഴഭീഷണിയിൽ മാനം നോക്കി കിടക്കുന്നത്. കൈനകരി വലിയകരി പാടശേഖരത്ത് ഒരാഴ്ചയായി കൊയ്ത്ത് കഴിഞ്ഞ നെല്ലാണ് കിഴിവിന്റെ പേരിൽ കൊണ്ടുപോകാത്തതെന്ന് കർഷകർ പറയുന്നു. കൊയ്ത്ത് കഴിഞ്ഞ നെല്ലിൽ പതിര് കൂടുതലുണ്ടെന്ന് പറഞ്ഞാണ് മില്ലുകാർ കിൻഡലിന് 8 കിലോഗ്രാം കിഴിവ് ആവശ്യപ്പെട്ടത്. നെല്ല് പല തവണകളായി പരിശോധനയ്ക്കായി ഇവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നെല്ല് എപ്പോഴെടുക്കുമെന്ന് മാത്രം കർഷകരോട് പറയുന്നില്ല. ഇതോടെ മഴ പോലും നനയാതെ നെല്ല് പാടത്ത് തന്നെ സൂക്ഷിക്കേണ്ട ഗതികേടിലാണ് കർഷകർ. സാധാരണ 1 കിലോയൊക്കെയാണ് 1 കിലോ 2 കിലോ ഒക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് 8 കിലോ വേണമെന്നാണ് പറയുന്നത്. ഇപ്പം നനവില്ലാത്ത നെല്ലായി കിടക്കുന്നത്, നല്ല വെയിലത്ത് പോയത് നെല്ലായി കിടക്കുന്നത്. അതിപ്പോൾ 8 കിലോ കൊടുത്ത് താങ്ങാനൊന്നും പറ്റുന്നൊരു ശേഷിയില്ല ഇപ്പം ഇവിടുത്തെ കർഷകർക്ക്. 1 മണിക്കൂർ കൊയ്യുന്നതിന് 2000 രൂപയാണ് കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടക. 1 ഏക്കർ കൊയ്യുന്നതിന് 35,000 രൂപ വരെ ചിലവാണ്. ഇത്രയും തുക ചിലവിട്ട് കൊയ്തെടുത്ത നെല്ലാണ് മില്ലുകാരുടെ കടുംപിടുത്തത്തെ തുടർന്ന് മഴ ഭീഷണിയിൽ പാടത്ത് കിടക്കുന്നത്. ഈ 8 കിലോ ചോദിച്ചാൽ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ 8 കിഴിവ് കൊടുക്കുന്നതിനകത്ത് ഈ കർഷകൻ അവർക്ക് ചുമന്ന് വളത്തേക്ക് കയറ്റി അവിടെ അവർ സ്പോട്ടിൽ ചെല്ലുന്നവരെയുള്ള പൈസ നമ്മൾ ആ കിഴിവിന് നമ്മൾ കൊടുക്കണം. അതപ്പോൾ ഈ സാഹചര്യം കർഷകൻ എന്ത് ചെയ്യാൻ? 8 കിലോ കിഴിവ് നൽകിയാൽ മുടക്കുമുതൽ പോലും ലഭിക്കില്ല എന്നാണ് കർഷകർ പറയുന്നത്. 250 ഏക്കർ പാടശേഖരത്തിൽ 60% കൊയ്ത്ത് മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. കൊയ്തെടുത്ത നെല്ല് പാടശേഖരത്തിലും വരമ്പുകളിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ നെല്ല് എടുത്തു മാറ്റിയാൽ മാത്രമേ ഇനി കൊയ്യുന്നത് കരക്കെത്തിക്കാൻ കഴിയൂ. ഒട്ടനവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇവർ കൃഷി ഇറക്കുന്നത്. എന്നാൽ കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ലെടുക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെ വലിയ ദുരിതത്തിലാണ് കർഷകർ. ഇവരുടെ ഈ ദുരിതത്തിന് ഇനി ആര് മറുപടി പറയും? വലിയകരി പാടശേഖരത്തു നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.